ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാ ദിവസവും ഞാൻ ആഹാരം കൊണ്ടുവന്നോളാം. നിങ്ങൾ അതൊന്ന് കഴിച്ചു തന്നാ മതി. ആ കോടതി വിധി അനുകൂലമായിട്ട് വന്നത് മുതൽ ദേ ഇവളെ നിന്റെയും കുഞ്ഞിന്റെയും വലിയ ഫാനാ. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, അതാണ് ഇവളുടെ ലൈൻ. അങ്ങനെ വെറുതെ മീരടുത്ത് കളിയാക്കണ്ട. അവന്തികയുടെ കുത്തിത്തിരിപ്പില് ഒന്ന് വീണുപോയെന്നേ ഉള്ളൂ, അല്ലാതെ ഉള്ളിലൊന്നുമില്ലാന്ന് ഞാൻ കറിഞ്ഞൂടെ. അങ്ങനെ പറഞ്ഞു കൊടുക്ക സച്ചി. ഈ അനുപേട്ടന് എന്നെ ഒരു വിലയുമില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കൊച്ചിനിടാൻ വല്ല പേരും കണ്ടുപിടിച്ചോ? നിങ്ങളെന്താ കണ്ണി കണ്ണി നോക്കുന്നോ? ഇതുവരെ പേരൊന്നും കണ്ടുപിടിച്ചില്ലേ? ഞങ്ങള് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഒരു നല്ല പേര് കണ്ടുപിടിക്കണം. എന്നാലേ ഞാനൊരു നല്ല പേര് കണ്ടുപിടിച്ചു തരാം. എന്റെ പൊന്നെ, വേണ്ട. നിന്റെ മണ്ടത്തരങ്ങളൊന്നും ദേ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. എന്താണ് ബേട്ടാ, എഴുതി നല്ലൊരു പേര് കണ്ടുപിടിക്കും. ഇപ്പൊ എന്തായി? ഇവർക്ക് രണ്ടുപേർക്കും എന്നെ നല്ല വിശ്വാസം. നിങ്ങൾക്ക് മാത്രമേ എന്നെ ഒരു വിലയില്ലാതെയുള്ളൂ. നിന്റെ വിഡ്ഢിത്തരം എന്നെ പോലെ ഇവർക്കൊന്നും അറിയില്ലല്ലോ. വാ പോവാം. സച്ചി, എന്നാ ഞങ്ങൾ ഇറങ്ങി പോയിട്ട് വരാം മോളെ. ശരി ഏട്ടാ. എന്തായാലും മീരയുടെ ആകെ മാറി. ഇനി ഇതിന്റെ പേരിലേ ഏടത്തെ അങ്ങ് ചെല്ലുന്നത് വരെ അനുപേട്ടനോട് വഴക്കിടും. ഹേയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. നാളെ രാവിലെ പെരുവണ്ണാവൂർ അപ്പന്റെ അമ്പലത്തിൽ പോണം. ഉണ്ണിക്കണ്ണന്റെ മുമ്പിൽ ശയന പ്രദക്ഷിണം നടത്തണം. എനിക്ക് മനസ്സിലായി. ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ ഈ ശയന പ്രദക്ഷിണം നടത്തുന്നേ? പഴയ ഓർമ്മകളല്ലേ? കൊള്ളാം. ആ, നീ കുറച്ചു ദിവസമായി എന്നെ ഇങ്ങനെ കളിയാക്കുന്നു. നിന്നെ ഇന്ന് ഞാൻ ഇനി അങ്ങനെ പറയൂ? പറയോ? ഇല്ല. ഞാനേ എന്റെ ഫോൺ എടുക്കാൻ മറന്നു. അപ്പൊ ശരി. അതെ, സർജറി കഴിഞ്ഞു കിടക്കുന്ന പെണ്ണാ, അത് ഓർമ്മ വേണം രണ്ടുപേർക്കും. നീ കാരണമല്ലേ നിന്നെ ഇന്ന് കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ അർച്ചനയും കുഞ്ഞിനെയും ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നാലും അപകടം മാറിയിട്ടില്ല. ഇനിയും അവർക്കൊന്നും വരാതെ കാത്തോളണേ. എന്റെ അർച്ചനയ്ക്കും കുഞ്ഞിനും വേണ്ടി അവിടുത്തെ മുമ്പിൽ ഞാൻ ശയന പ്രദക്ഷിണം സമർപ്പിക്കുന്നു.